ഒരു മിഷനായിരുന്നു അത്. എന്നാൽ ലോഞ്ചിന് തൊട്ട് മുൻപ് സ്റ്റാർലൈനർ പേടകത്തിന് ചെറിയ രീതിയിലുള്ള ഹീലിയം ചോർച്ച കണ്ടെത്തുകയുണ്ടായി. എന്നാൽ അത് വലിയ കുഴപ്പമില്ല, പേടകം സേഫ് ആണെന്ന് എഞ്ചിനീയർമാർ വിലയിരുത്തിയതോടെ പേടകം ഭൂമിയിൽ നിന്നും സുരക്ഷിതമായി വിക്ഷേപിക്കുകയും വിജയകരമായി തന്നെ ISS-ൽ ഡോക്ക് ചെയ്ത് സുനിത വില്യംസും വിൽമോറും സുരക്ഷിതമായി തന്നെ ISS-നുള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. എന്നാൽ ISS-ൽ ഡോക്ക് ചെയ്തതിനു ശേഷമാണ് സ്റ്റാർലൈനർ പേടകത്തിന്റെ മറ്റു ചില പ്രശ്നങ്ങൾ കണ്ടെത്തിയത്. അതായത് പേടകത്തിൽ 4 പുതിയ ഹീലിയം ചോർച്ചകൾ ഉണ്ടാവുകയും പേടകത്തിന്റെ 28 ത്രസ്റ്ററുകളിൽ 5 ത്രസ്റ്ററുകൾ കേടാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ മിഷന്റെ ഡ്യൂറേഷൻ 10 ദിവസത്തിൽ നിന്നും വീണ്ടും കൂട്ടുന്നു. എന്നാൽ ഈ ഒരു സമയം കൊണ്ട് ISS-ൽ വെച്ച് തന്നെ സ്റ്റാർലൈനർ പേടകത്തിന്റെ കുറച്ച് പ്രശ്നങ്ങൾ അവർ റിപ്പയർ ചെയ്ത് ശരിയാക്കി. എന്നാൽ ബാക്കി പ്രശ്നങ്ങൾ പേടകത്തെ ഭൂമിയിൽ എത്തിച്ച ശേഷം റിപ്പയർ ചെയ്ത് ശരിയാക്കാമെന്ന പ്ലാനിലാണ് അവർ എത്തിച്ചേർന്നത്. എന്നാൽ ഇത്തരമൊരു അവസ്ഥയിൽ സ്റ്റാർലൈനർ പേടകത്തിൽ അവരെ തിരിച്ചു ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്നത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ സുനിത വില്യംസിനോടും വിൽമോറിനോടും ISS-ൽ തന്നെ തുടരാനാണ് നാസ നിർദ്ദേശിച്ചത്. ശേഷം ആരുമില്ലാതെ തന്നെ സ്റ്റാർലൈനർ പേടകത്തെ ISS-ൽ നിന്നും സേഫായി ഭൂമിയിൽ എത്തിച്ചു. എന്നാൽ സുനിത വില്യംസും വിൽമോറും ഇങ്ങനെ ISS-ൽ തുടർന്നത് 286ഓളം ദിവസങ്ങളാണ്. എന്നാൽ ഈ ഒരു സമയത്തിനിടയിൽ പലതവണ സുനിത വില്യംസിനെയും വിൽമോറിനെയും ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള പല മിഷനുകളും പ്ലാൻ ചെയ്തെങ്കിലും അവയൊന്നും നടപ്പാക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഫൈനലി 2025 മാർച്ച് 19-ന് ISS-ലെ മറ്റ് 2 റഷ്യൻ ആസ്ട്രോണറ്റ്സിന്റെ കൂടെ സുനിത വില്യംസും വിൽമോറും സ്പേസ് എക്സിന്റെ ഡ്രാഗൺ 9 എന്ന സ്പേസ് ക്രാഫ്റ്റിൽ തിരിച്ചു ഭൂമിയിലേക്ക് വരികയാണ് ചെയ്തത്. എന്നാൽ ഈ ഒരു മിഷനിലാകെ 286ഓളം ദിവസങ്ങൾ ISS-ൽ ചിലവഴിക്കാൻ സാധിച്ച സുനിത വില്യംസിന് ദിവസവും 16 തവണ എന്ന തോതിൽ 286 ദിവസം കൊണ്ട് 4576ഓളം ISS-ൽ നിന്നുള്ള അതിമനോഹരമായ സൂര്യോദയവും സൂര്യാസ്തമയവും കാണാൻ സാധിച്ചു.